2 മുറികളുള്ള കൊച്ചു വീട്ടിലെ ഒരു മുറിയിൽ നിന്ന് പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയിരിക്കുകയാണ് അവൾ, അനാമിക. അവളുടെ കണ്ണുകൾ മുളച്ചു വരുന്ന ഒരു തെങ്ങിൻ തൈയിലായിരുന്നു. സങ്കടം അണപൊട്ടുമ്പോഴും ഒന്ന് കരയാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. അവളെ നോക്കി നിൽക്കുമ്പോൾ സുരഭിയുടെ കണ്ണുകൾ നിറഞ്ഞു. മക്കളിൽ ഏറ്റവും ഇടുക്കി ഇവളായിരുന്നു. എന്നിട്ടും അവളുടെ വിധി ഇങ്ങനെ 4 ചുവരിനുള്ളിൽ കഴിയാനാണല്ലോ എന്ന് ഓർക്കാതെ അവർക്ക് വല്ലാത്ത സങ്കടം തോന്നി. അനാമിക സുരഭിയുടെയും രത്നാകരന്റെയും രണ്ടാമത്തെ മകൾ. അവൾക്ക് മൂത്തത് ഒരു പെൺകുട്ടി തന്നെയാണ്, ഐശ്വര്യ. വിവാഹം കഴിഞ്ഞ് ഭർത്താവിനോടും കുട്ടികളോടുമൊപ്പം താമസിക്കുന്നു. അനാമികയുടെ അച്ഛൻ രത്നാകരൻ കുട്ടികൾ ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ മരണപ്പെട്ടതാണ്. അതിനുശേഷം അവരുടെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പെൺമക്കൾ 2 പേരെയും വളർത്തി വലുതാക്കിയത്. കൂലിപ്പണികൾക്കൊക്കെ അവർ പോയിരുന്നു. അമ്മയുടെ കഷ്ടപ്പാട് അറിഞ്ഞു തന്നെയാണ് ആ പെൺമക്കൾ 2 പേരും വളർന്നു വന്നത്. ഐശ്വര്യയേക്കാൾ പഠിക്കാൻ മിടുക്കി അനാമികയായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയുടെയും ചേച്ചിയുടെയും പ്രതീക്ഷ അവളിലായിരുന്നു. അവൾക്ക് നല്ലൊരു ജോലി കിട്ടുമ്പോൾ അവരുടെ കഷ്ടതകൾക്ക് അവസാനമാകുമെന്നൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു. അവരുടെ സ്വപ്നങ്ങൾക്ക് കോട്ടം തട്ടാതിരിക്കാൻ അവൾ അവളെക്കൊണ്ട് കഴിയുന്ന അത്രയും പരിശ്രമിച്ചു. കോളേജിൽ പഠിക്കുമ്പോഴാണ് അവളുടെ ജീവിതത്തിലേക്ക് അവൻ കടന്നു വരുന്നത്. മനു, കാണാൻ സുന്ദരൻ. കോളേജിൽ അവളുടെ സീനിയർ ആയിരുന്നു. അവൻ ഇഷ്ടം പറഞ്ഞ് പിന്നാലെ വന്നപ്പോൾ അവൾ ഒഴിവാക്കാൻ കഴിയുന്നത് പോലെ ശ്രമിച്ചു. ചേട്ടാ, ഇപ്പൊ കാണുന്ന സൗന്ദര്യമൊന്നും ആയിരിക്കില്ല വിവാഹം കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് പരസ്പരം യോജിച്ചു പോകാൻ കഴിയില്ല എന്ന് വരും. ചേട്ടൻ്റെ വീട്ടുകാർക്ക് ഒരിക്കലും എന്നെ അംഗീകരിക്കാൻ കഴിയില്ല. ചേട്ടനും ഞാനും തമ്മിൽ ജാതിയിലൊക്കെ ഒരുപാട് അന്തരമുള്ളതാണ്. ജാതി ചോദിക്കരുത്, പറയരുത് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഇപ്പോഴും അതൊക്കെ നോക്കിയും കണ്ടും ജീവിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധം ഒരിക്കലും ശരിയാകില്ല. അവൾ അവനോട് തുറന്നു പറഞ്ഞിട്ടും അവൻ അതിൽ നിന്ന് പിന്മാറാൻ താല്പര്യമുണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സിൽ ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി വാങ്ങി എൻ്റെ അമ്മയും ചേച്ചിയും സംരക്ഷിക്കണമെന്ന തോന്നൽ മാത്രമേ ഉള്ളൂ. അവൻ്റെ നിർബന്ധം സഹിക്ക വയ്യാതെ അവൾ തുറന്നു പറഞ്ഞു. കുടുംബത്തെ സ്നേഹിക്കാനുള്ള നിന്റെ മനസ്സുകൊണ്ടാണ് എനിക്ക് നിന്നെ ഇഷ്ടമായത്. എനിക്ക് മറ്റൊന്നും വേണ്ടടോ, തന്നെ മാത്രം മതി. അവൻ്റെ വാക്കുകൾ അവളുടെ മനസ്സ് നിറച്ചു. പിന്നീട് അവൻ അവളുടെ വീട്ടിൽ പോയി അവളുടെ അമ്മയും ചേച്ചിയെയും കണ്ട് സംസാരിച്ചു. താൻ ഇത് വന്ന് പറയുമ്പോൾ അവളും ഞാനും തമ്മിൽ പ്രണയിച്ച് നടക്കുകയാണെന്ന് നിങ്ങൾ കരുതരുത്. അവളോട് എനിക്കൊരു ഇഷ്ടമുണ്ടെന്നുള്ളത് ശരിയാണ്. ഞാനത് തുറന്നു പറയുകയും ചെയ്തു. പക്ഷെ അവൾക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. അവളുടെ സ്വപ്നങ്ങൾ മുഴുവൻ നിങ്ങൾ മാത്രമാണ്. നിങ്ങളെ നന്നായി നോക്കണമെന്ന് മാത്രമാണ് അവൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അത്രയും നല്ല മനസ്സുള്ളൊരു പെൺകുട്ടി ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പറയുകയാണ്, അവളെ എനിക്ക് തന്നെ തന്നേക്കണം. പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ. ഞങ്ങളുടെ വാക്ക് മുന്നിൽ വന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അവർ ഇരുവർക്കും ഇഷ്ടമായി. അവളുടെ വീട്ടുകാരുടെ സമ്മതം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവൾ അവനോട് വഴിവിട്ടൊരടുപ്പം കാണിച്ചില്ല. അതിനിടയിൽ ചേച്ചിയെ കണ്ട് ഇഷ്ടപ്പെട്ടു. ഒരാലോചന വരികയും അത് നടത്തുകയും ചെയ്തു. അവൾക്ക് സന്തോഷമായ ഒരു ദാമ്പത്യം കിട്ടിയതോടെ അമ്മയ്ക്കും സന്തോഷമായി. അധികം വൈകാതെ തന്നെ മനുവും അനാമികയും വിവാഹിതരായി. അവൻ്റെ വീട്ടുകാർക്ക് വിവാഹത്തിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് വിവാഹം കഴിഞ്ഞ് അവൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോഴാണ് അവൾക്ക് ബോധ്യമായത്. എല്ലാവരിലും ഒരു മുറുമുറുപ്പുണ്ടായിരുന്നു. അവളത് കാര്യമാക്കിയില്ല. കാരണം അവളെ ചേർത്ത് പിടിക്കാനെന്നൊക്കെ മനു ഉണ്ടായിരുന്നു. അതവൾക്ക് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. പക്ഷെ മനുവിൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു. പലപ്പോഴും അവൻ അവളെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനിച്ചു. അവളുടെ ജാതിയും നിറവും ഒക്കെ അതിന് കാരണങ്ങളായി. പ്രണയമാണെന്ന് പറഞ്ഞ സമയത്ത് അവൾ ഇതൊക്കെയാണ് താനെന്ന് പറഞ്ഞിട്ട് പോലും കാര്യമാക്കാത്തവൻ വിവാഹം കഴിഞ്ഞതോടെ അവളെ കുത്തി നോവിക്കാൻ തുടങ്ങി. അവൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ട് കൂടി ആയതോടെ ആ വീട്ടിൽ അവൾ പാടെ തളർന്നു. അവിടുത്തെ മുഴുവൻ ജോലികളും ചെയ്യുന്ന ഒരു ജോലിക്കാരി മാത്രമായി അവൾ മാറി. പകൽ മുഴുവൻ വീട് പണികളും രാത്രിയിൽ ഭാര്യയുടെ കടമ നിർവഹിക്കലും ഒക്കെയായി അവളുടെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. ഒരു ദിവസം അടുക്കളയിൽ തളർന്നു വീണ് അവളെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവൾ ഗർഭിണിയാണെന്നറിഞ്ഞു. ആ വാർത്ത അവൾക്ക് വല്ലാത്തൊരു സന്തോഷവും പ്രതീക്ഷയും ഒക്കെ ആയിരുന്നു. ഇനിയെങ്കിലും തൻ്റെ കഷ്ടപ്പാടുകൾക്ക് ഒരവസാനം ഉണ്ടാകുമെന്നും അവൻ തന്നെ പഴയതുപോലെ സ്നേഹിക്കുമെന്നും അവൾ കരുതി. പക്ഷെ അതൊക്കെ വെറും പ്രതീക്ഷകൾ മാത്രമായി അവശേഷിപ്പിച്ചുകൊണ്ട് പഴയതിനേക്കാൾ ഭീകരമായിരുന്നു അവരുടെ ഓരോ ദിവസങ്ങളും. അവൾ തന്നെ വീട്ടിലേക്ക് വിളിക്കുമ്പോഴൊക്കെയും അവളോടൊപ്പം അമ്മായിയമ്മയോ മനുവോ ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവൾ അവിടെ അനുഭവിക്കുന്ന ഒന്നും അവരെ അറിയിക്കാൻ കഴിഞ്ഞില്ല. അവൾക്ക് സ്വന്തമായി ഒരു ഫോൺ ഉണ്ടായിരുന്നില്ല. മനുവിൻ്റെ ഫോണിൽ നിന്നാണ് വിളിക്കാറ്, അതും ആഴ്ചയിൽ ഒരിക്കൽ. ഗർഭാലസ്യത്തിന് പുറമെ വീട്ടിലെ പണികൾ കൂടിയായപ്പോൾ അവൾ തളർന്നു. പക്ഷെ അവളെ ഒന്ന് സഹായിക്കാനും സംരക്ഷിക്കാനും ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. മനു പോലും അവളെയോ കുഞ്ഞിനെയോ കാര്യമാക്കിയില്ല. അവൻ എപ്പോഴും അവളിൽ നിന്നും പൂർണ്ണമായി അകന്നിരുന്നു. അവൾക്ക് 9 മാസം ഉള്ളപ്പോൾ ഒരിക്കൽ ആ വീട്ടിലുള്ളവരൊക്കെയും കൂടി ഒരു വിവാഹത്തിന് പങ്കെടുക്കാനായി പോയി. നിറവയറുമായി ഒരു പെൺകുട്ടി വീട്ടിൽ നിൽക്കുന്നു എന്നൊരു ചിന്തയില്ലാതെ വീടും പൂട്ടി അവർ പുറത്തേക്ക് പോയി. അവർ അവിടെ നിന്ന് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് പ്രസവവേദന തുടങ്ങി. അവൾ അലറി കരച്ചിൽ കേൾക്കാൻ ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവളുടെ ആ കരച്ചിൽ കേട്ടുകൊണ്ട് തൊട്ടടുത്ത വീട്ടിലെ ചേച്ചി അവിടേക്ക് വന്നു. നിലത്ത് തളർന്നു കിടന്ന അവളെയും കണ്ട് അവർക്ക് ഭയം തോന്നി. വീട്ടിൽ നിന്ന് ആരെയൊക്കെയോ വിളിച്ച് അടുക്കള വാതിൽ തുറന്നവർ അവളെ പുറത്തെത്തിച്ചു. ആരുടെയൊക്കെയോ സഹായത്താൽ വണ്ടി വിളിച്ച് അവളെ ആശുപത്രിയിൽ എത്തിച്ചു. മനുവിനെ വിവരം അറിയിച്ചെങ്കിലും വരാൻ കഴിയില്ലെന്നാണ് അവൻ പറഞ്ഞത്. അതോടെ അവളുടെ വീട്ടിൽ ഉടനെ വിവരം അറിയിച്ചു. അവിടെ നിന്നും അവളുടെ അമ്മയും ചേച്ചിയും ഒക്കെ വരുമ്പോഴേക്കും അവളുടെ പ്രസവം കഴിഞ്ഞിരുന്നു. പക്ഷെ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല.
ആ വാർത്ത കൂടി ആയതോടെ അവൾ പൂർണ്ണമായും തളർന്നു. അവളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരേ ഒരു പ്രതീക്ഷ ആ കുഞ്ഞായിരുന്നു. അതില്ലാതായതോടെ അവൾക്ക് ജീവിക്കണമെന്ന തോന്നൽ തന്നെ ഇല്ലാതെയായി. പ്രസവശേഷം അവളെ അവളുടെ വീട്ടിലേക്കാണ് അവർ കൂട്ടിക്കൊണ്ടു പോയത്. ഇതിനിടയിൽ അയൽക്കാരിൽ നിന്നൊക്കെ അവൾ ആ വീട്ടിൽ അനുഭവിച്ചതൊക്കെ അവർ അറിഞ്ഞിരുന്നു. അവളെ ഇനി അവിടേക്ക് വിടണമെന്ന് അവളുടെ അമ്മയ്ക്കോ സഹോദരിക്കോ താല്പര്യമുണ്ടായിരുന്നില്ല. പ്രസവത്തിൽ കുഞ്ഞ് മരണപ്പെട്ടു എന്ന് അറിഞ്ഞിട്ട് പോലും മനുവോ അവൻ്റെ വീട്ടുകാരോ ഒന്ന് അന്വേഷിച്ചത് പോലുമില്ല. ദിവസങ്ങൾ കഴിയവേ അവൾ സ്വയം ഉൾവലിഞ്ഞു. അതിനിടയിൽ എപ്പോഴോ സ്വബോധത്തോടെ അല്ലാതിരിക്കുന്ന അവളുടെ അടുത്ത് നിന്നും ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പം വാങ്ങി മനു പോയി. തൻ്റെ ജീവിതത്തിൽ നിന്നും അവൻ ഒഴിഞ്ഞു പോയത് പോലും അവൾ അറിഞ്ഞിട്ടില്ല. തൻ്റെ കുഞ്ഞിനെ അടക്കം ചെയ്ത് ആ മണ്ണിലേക്ക് നോക്കി വെറുതെ ഇരിപ്പാണ് ഇപ്പോൾ. കുഞ്ഞെന്ന ഓർമ്മയിൽ നിന്നും അവൾ ഇന്നും മുക്തിയായിട്ടില്ല. എന്നെങ്കിലും ഒരിക്കൽ അവൾ സ്വബോധത്തിലേക്ക് എത്തും. അപ്പോൾ എല്ലാം സഹിക്കാനും മറക്കാനുമുള്ള കഴിവ് അവൾക്കുണ്ടാകണമെന്ന് മാത്രമാണ് ആ അമ്മയുടെ പ്രാർത്ഥന. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്